പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഇതിൻ്റെ എല്ലാം അവസാനം എന്ത്? സമ്മാനമോ കരച്ചിലോ എന്നതിനെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറഞ്ഞ് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ വചനം കേൾക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. നിങ്ങൾ എല്ലാ ആഴ്ചയിലും വിനോയച്ചൻ്റെ വചനം കേട്ട് നല്ല പുഷ്ടി പ്രാപിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. വിനോയച്ചനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, ഒരു ദൈവാനുഗ്രഹമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ നമുക്ക് കർത്താവ് തരുന്ന വലിയൊരു കാര്യമാണ് തിരുസഭയുടെ ഒരു കൂട്ടായ്മ. അപ്പം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ വിനോദച്ചനും അതുപോലെ ഇവിടെയുള്ള അട്ടപ്പാടികളുള്ള മറ്റു എല്ലാ വൈദികരും എല്ലാ പിതാക്കന്മാരെല്ലാം കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. ഒത്തിരി അനുഗ്രഹമാണത്. ഇന്ന് കർത്താവ് നമുക്ക് കൃപ തരും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളെല്ലാവരെയും പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. അതുപോലെ യുവതീവാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വേഗം ചേരുക. നമുക്ക് തുടക്കം തൊട്ട് മുഴുവൻ ശുശ്രൂഷയിൽ നന്നായിട്ട് കൂടെ ഇന്ന് കർത്താവ് ധാരാളം പുതിയ കൃപകൾ നമുക്ക് തരും. ഓരോ നിമിഷം ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ അഭിഷേക ശുശ്രൂഷയിലും പുതിയ കൃപകൾ കർത്താവ് നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയെ സ്നേഹിക്കാൻ ഒരുക്കണമേ. ഓ ഈശോ, രക്ഷിതാവേ, എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടേത് മാത്രമാക്കണമേ. ഹല്ലേലൂയ. ഈശോയെ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ ദൈവമക്കളെയും അങ്ങേ സ്വന്തമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളെ നടത്തണമേ. രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ച് കണ്ണടച്ച് വലിയ ആഗ്രഹത്തോടെ, ദൈവമേ, എൻ്റെ ഹിതം പോലെയല്ല അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എല്ലാവരും ചേർന്ന് എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എൻ്റെ രക്ഷകനായ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പലപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പലതും സംഭവിക്കുമ്പോൾ പിറുപിറുത്തിട്ടുണ്ട്, ഭയങ്കരമായ വിഷമം തോന്നിയിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ട്, പല സമയത്ത് ആത്മീയമായി ഡള്ളായി വീണു പോയിട്ടുണ്ട്. ഈശോനാഥ, എൻ്റെ ജീവിതത്തിൽ എന്നേക്കാൾ അധികമായി, എൻ്റെ ഇഷ്ടത്തേക്കാൾ അധികമായി അങ്ങയുടെ തിരുഹിതം അന്വേഷിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ ഇഷ്ടം അറിയാൻ എന്നെ സഹായിക്കണമേ. ആഗ്രഹത്തോടെ
നമ്മുടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. എന്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. ഓ പിതാവേ, അങ്ങയുടെ തിരുവിഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ മനസ്സ് അന്വേഷിക്കാൻ സഹായിക്കണമേ. ഓ ഈശോ, ഓ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഹിതം പോലെ എന്റെ പിതാവേ, നടത്തരുതേ. എന്റെ അപ്പാ, തിരുഹിതം പോലെ അപ്പാ, നയിക്കണമേ. അപ്പന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ സഹായിക്കണമേ. എന്റെ ഹിതം അപ്പാ, പോലെ ഓരോ മകനെ മകളെ സമർപ്പിക്കുന്നു. നടത്തരുതേ. തിരുഹിതം പോലെ നയിക്കണമേ. അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും. അനേക ഹൃദയങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഇപ്പോൾ സ്പർശിക്കണമേ. തന്നിഷ്ടത്തിന് വിടാതെ ദൈവഹിതത്തിന് വിധേയപ്പെടാനുള്ള അഭിഷേകം തരണമേ. അപ്പാ, സ്വർഗീയ അപ്പാ, 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 ഇടപെടണമേ, ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ വിശുദ്ധകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതി. വിനോയച്ചൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. വിനോയച്ചൻ്റെ കൂട്ടായ്മ നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദയവേദി ഇരിക്കുക. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ഇതിൻ്റെ എല്ലാം അവസാനം എന്ത്? സമ്മാനമോ കരച്ചിലോ? നഷ്ടം സഹിച്ച എല്ലാം കത്തിപ്പോയാൽ വിലാപവും പല്ലുകടിയും, പുറത്ത് വിലാപവും പല്ലുകടിയും, ഭയങ്കരമായ സങ്കടം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, 10ാം ക്ലാസ്സിലെ വളരെ നിർണായകമായ പരീക്ഷ. അന്ന് SSLC ഭയങ്കരമായ ഒരു കടമ്പയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ തൊട്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും സ്റ്റാർട്ടിങ് മുതൽ തന്നെ നന്നായിട്ട്, എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണമെന്ന് ഇഷ്ടം. അപ്പോൾ അന്ന് ഒരു ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഒരു സെൻറ്റൻസ് പറഞ്ഞു: ഹീ ഹൂ ലാഫ്സ് ലാസ്റ്റ് ലാഫ്സ് ബെസ്റ്റ്. അവസാനം ചിരിക്കുന്നതാണ് നല്ല ചിരി. ഇപ്പോൾ കളിച്ച് ചിരിച്ചൊക്കെ നടന്നാൽ റിസൾട്ട് വരുമ്പം ചിലപ്പോൾ കരച്ചിലായിരിക്കും. അപ്പം അതുകൊണ്ട് ടീച്ചർ
ആ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ ടീച്ചറാണെങ്കിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടീച്ചറാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് വാങ്ങി നല്ല മാർക്ക് വാങ്ങി സന്തോഷഭരിതരാകണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ ആഗ്രഹത്തോടെ ഫുൾ ടൈം പഠിപ്പിക്കും. പിന്നെ എക്സ്ട്രാ ടൈം എത്ര വേണമെങ്കിലും ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ തയ്യാർ. അത്രയും ഒരു വിശുദ്ധയായ ഒരു നല്ലൊരു ടീച്ചർ. അപ്പോൾ ആ ടീച്ചർ ഒരു വാക്ക് പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞത്, ഹീ ഹൂ ലാഫ്സ് ലാസ്റ്റ് ലാഫ്സ് ബെസ്റ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് തിക്കും തിരക്കെല്ലാം കഴിഞ്ഞ് ഈ ജീവിതയാത്രയെല്ലാം പൂർത്തിയാക്കി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ വട്ടായിലച്ചൻ ചിരിക്കുമോ? നിങ്ങൾ ചിരിക്കുമോ? നമ്മുടെ അപ്പനും അമ്മയും ചിരിക്കുമോ? നമ്മുടെ മക്കൾ ചിരിക്കുമോ? അങ്ങനെ ചിരിക്കണമെങ്കിൽ ഇന്ന് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു സീക്രട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ആ സീക്രട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് 24 മണിക്കൂറും സ്വർഗസ്ഥനായ പിതാവ് ഈ കാര്യത്തിൽ വളരെ അധികം വിജിലൻ്റാണ്. എപ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ച് സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രവർത്തനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കൊച്ചിൻ്റെയും ഓരോ കുട്ടിയുടെയും ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് സ്വർഗസ്ഥനായ പിതാവ് തിരയുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ആത്മാവിനെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം അതിൽ 22-ാമത്തെ തിരുലിഖിതം. അപ്പോസ്തല പ്രവർത്തനം 13:22. ആക്ട്സ് 13:22. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ സൗൾ രാജാവിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആര്? ദൈവപിതാവ് തന്നെ. ദൈവം തന്നെ ദാവീദിനെ കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്തോഷമാണത്. ദൈവത്തിൻ്റെ സന്തോഷമാണത്. അപ്പോൾ ദൈവം കണ്ടെത്തണമെങ്കിൽ ദൈവം നോക്കിയിരിക്കുകയായിരുന്നല്ലോ. നോക്കിയാണ് കണ്ടെത്തിയത്. നോക്കിയാണ് കണ്ടെത്തിയത്. ഈ കല്യാണം ആലോചിക്കുന്നവരെ നോക്കി കണ്ടെത്തണില്ല. അതേമാതിരി വധുവിനെ അന്വേഷിക്കുമ്പോഴേ അല്ലെങ്കിൽ വരനെ അന്വേഷിക്കുമ്പം ഒരുപാട് നോക്കി ഒരാളെ കണ്ടെത്തുന്നില്ല. അത് ദൈവം നോക്കി അവസാനം കണ്ടെത്തി. എൻ്റെ ഹൃദയത്തിന് അത് ആ വാക്ക് ദൈവപിതാവ് ദാവീദിനെ കുറിച്ച് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഒരു കുടുംബത്തിൽ വരും, നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ നോക്കണം. അപ്പനെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, ഏറ്റവും ഇളയ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലാണ് ഇതിൻ്റെ പശ്ചാത്തലം. അവിടെ സാമുവേൽ പ്രവാചകനെ ദൈവം ജസ്സയുടെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ ജസ്സയുടെ ഭവനത്തിൽ വന്നപ്പോൾ ഇതാ ജസ്സയുടെ മക്കളെല്ലാം വിളിക്കാൻ സാമുവേൽ നിർദ്ദേശിച്ചു. ജസ്സെ ഏറ്റവും പ്രതീക്ഷയുള്ളവരെയും ജസ്സെ ഏറ്റവും നല്ലതായി കണക്കാക്കിയ ആളുകളെല്ലാം ജസ്സെ ദൈവത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ ജസ്സയ്ക്ക് തോന്നിയ ഏറ്റവും ബെസ്റ്റ് ആളുകളെ ജസ്സെ കൊണ്ടുവന്നു. അതാണ് ജസ്സെ കൊണ്ടുവന്നപ്പോൾ ദൈവം ഇങ്ങനെ നോക്കിയിരുന്നതിനെക്കുറിച്ച് ദൈവം പറയണത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതാണ് 1 സാമുവേൽ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആദ്യം എലിയാബിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ്? അവൻ വന്നപ്പോൾ സാമുവേൽ എലിയാബിനെ ശ്രദ്ധിച്ചു. ആദ്യം ഏലിയാബ് ഭയങ്കര നല്ല ബെസ്റ്റ്, കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. സാമുവേലിന് പോലും അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ പിന്നെ ജസ്സയുടെ കാര്യം പറയണോ? ജസ്സയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ജസ്സ ആദ്യം ദൈവത്തിന് കൊണ്ടുവന്ന് കൊടുത്തത്. ഏലിയാബ് ഏറ്റവും ബെസ്റ്റ്, നല്ല എല്ലാം ബെസ്റ്റ്, നല്ല പെരുമാറ്റം, നല്ല അധ്വാനം, നല്ല സൽകൃത്യങ്ങൾ, പരസ്നേഹ പ്രവർത്തനം, കംപ്ലീറ്റ് പ്ലസ് മാത്രം. എന്നാൽ
കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ അവൻ്റെ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ആകട്ടെ ഹൃദയഭാവത്തിലും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദൈവത്തിൻ്റെ ന്യായപീഠത്തിങ്കൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലെ മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് വിചാരിക്കും. നമ്മൾ സൽകൃത്യങ്ങൾ ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, നമ്മളെല്ലാം പ്ലസ് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജസ്സയുടെ കുടുംബത്തിലെ ഏലിയാബിനെ പോലെ എല്ലാം പ്ലസ് ഒരു. അപ്പം സാമുവേൽ പ്രവാചകൻ പോലും കണ്ടപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന പോലെയുള്ള ജീവിതവും സ്വഭാവവും ക്യാരക്ടറും പെരുമാറ്റവും സംസാരവും ശീലവും എല്ലാം അങ്ങനെ. പക്ഷെ ദൈവം പറയാണ്, നോ, ഞാൻ അവനെ തിരസ്കരിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ തന്നെയല്ലേ. നമ്മുടെ ദൈവം ഹൃദയങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഭാഗ്യമായി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എത്രമാത്രം തിരക്ക് കൂട്ടുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊന്നും അല്ല വിഷയം. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനായി ഞാൻ മാറിയോ? ദൈവം എന്നെ അംഗീകരിച്ചോ? ഇനി ആരെയാണ് ദൈവം അംഗീകരിക്കുന്നത്? അതും വചനത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈശോയാണ് അത് പറഞ്ഞത്. ആരെയാണ് ഈശോ അംഗീകരിക്കുന്നത്? ആരെയാണ് സ്വർഗം അംഗീകരിക്കുന്നത്? ആരെയാണ് ദൈവപിതാവ് അംഗീകരിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുലിഖിതം, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതായത് നമ്മൾ ഭാഗ്യമായി കാണുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം എന്ത്? എൻ്റെ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആ വ്യക്തിയിൽ ദൈവപിതാവ് അത്രയും, അത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ സദാ ഇരിക്കുക. ദൈവം എപ്പോഴും എന്നെ കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്തിരിക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിന് 3-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അതുപോലെ ദൈവത്തിൻ്റെ കൂടെ ഇരുത്തുകയാണ് വിജയം വരി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ. അതിനുവേണ്ടി നമ്മൾ പുറത്ത് കാണിക്കുന്ന ഈ ചപ്പടാച്ചി, ഈ ചാട്ടവും മറിച്ചിലും അല്ല കാര്യം, ഈ ബഹളങ്ങളല്ല കാര്യം. ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കുക, ഇപ്പം തന്നെ വിലയിരുത്തുക. ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തികൾ, എൻ്റെ സംസാരം, എൻ്റെ നടപ്പ്, എൻ്റെ ഇരിപ്പ്, ഞാൻ നല്ല ക്യാരക്ടറും നല്ല സ്വഭാവം, എല്ലാവരും കയ്യടി വാങ്ങുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ വലിയ പാരമ്പര്യ ക്രിസ്ത്യാനി ആയിരിക്കാം, ഡെയിലി പള്ളി പോകുന്ന ആളായിരിക്കാം, മടങ്ങാതെ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇതെല്ലാം ബാഹ്യമായി മനുഷ്യർക്ക് കാണപ്പെടുന്നു. എന്നാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ ദൈവം നോക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്? അതാണ് 1 കൊരിന്തോസ് 3-ാം അധ്യായം 12-15 വരെ. പല വിധത്തിൽ പണിയാം. നല്ല സ്വഭാവം കൊണ്ട് പണിയാം, നല്ല പെരുമാറ്റം കൊണ്ട് പണിയാം, മനുഷ്യർക്ക് പ്രീതികരമായ വിധത്തിൽ പണിയാം, അങ്ങനെ പലതുകൊണ്ടും പണിയാം. അതാണ് 1 കൊരിന്തോസ് 3-ാം അധ്യായം 12-15 വരെ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 12-15. ഈ അടിസ്ഥാനത്തിന്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. ഇത് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് അന്ന് വെളിവാകും. നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും, നമ്മൾ ചെയ്യുന്ന ഓരോ സൽകൃത്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ എല്ലാ കാര്യങ്ങളും അന്ന് വെളിവാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. അഗ്നി പരിശോധനയ്ക്ക് ഇരയാവും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. അതായത് ഏലിയാബ് നന്നായി ചെയ്തുകൊണ്ടിരുന്നു, ദൈവത്തിന് മുമ്പിൽ വന്നു, അഗ്നിശോധനയ്ക്കൊന്നും പോയില്ല, ദൈവത്തിന് മുമ്പിലേക്ക് വന്നപ്പോഴേക്കും തിരസ്കൃതനായി. ഒന്നുമില്ല, തിരസ്കൃതനായി. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും.
ഇങ്ങനെ ഒരു സമ്മാനിതനാകാൻ വേണ്ടിയാണോ ഇന്ന് നമ്മൾ അധ്വാനിക്കുന്നത്? ഈ ഒരു ഉത്സാഹം നമുക്ക് ഓരോ ദിവസവും ഉണ്ടോ? നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പം, നമ്മൾ സൽകൃത്യങ്ങൾ ചെയ്യുമ്പം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ, നമ്മൾ വേലക്കാർക്ക് കൂലി കൊടുക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരോട് ഇടപെടുമ്പോൾ ഈ ഒരു സമ്മാനത്തിന് വേണ്ടിയാണോ നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ അതൊക്കെ വെറുതെ പുല്ലും വൈക്കോലും കത്തിപ്പോകണമല്ലോ, കത്തിപ്പോകാൻ വേണ്ടി ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? തുടർന്ന് വായിക്കാം. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അവസാനം ചിരിക്കുന്നവൻ നന്നായി ചിരിക്കും. ഹി ഹൂ ലാവ്സ് ലാസ്റ്റ് ലാവ്സ് ബെസ്റ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ഒരു കാര്യം നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1487 പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്തായിട്ടുണ്ട്. ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞേ, മനുഷ്യരിൽ നീ ഒരിക്കലും ആശ്രയം വെക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക. നിന്നെ പൂർണ്ണമായും എൻ്റെ തിരുവിഷ്ടത്തിന് വിട്ടു തന്നുകൊണ്ട് പറയുക, എൻ്റെ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ തിരുവിഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ വാക്കുകൾ ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഉരുവിടുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട്, ഇഫ് യു ആർ ജെനുവിൻ, ഇഫ് യു ആർ ട്രൂ, ഇഫ് യു ആർ സിൻസിയർലി പ്രേയിങ്, ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഈ വാക്കുകൾ, ഈ പ്രാർത്ഥന, ഈ ദാഹം ആത്മാർത്ഥമായി വരികയാണെങ്കിൽ, ഉരുവിടുകയാണെങ്കിൽ, ആ ആത്മാവ് അല്പസമയത്തിനുള്ളിൽ വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഒരല്പസമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത്ര ഇഷ്ടമായി. ഈ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ്, ഏറ്റവും നല്ലൊരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന ഉപവാസം എല്ലാം വിലയുള്ളതാണ്, നല്ലതാണ്, നമ്മളത് ആത്മീയമായി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് സമ്മാനിതനാകാൻ, സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായി ദൈവികത നടപ്പാകുമ്പോൾ ദൈവികത നടപ്പാകുന്നതിൽ സന്തോഷിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾ എല്ലാം തകർക്കപ്പെടുന്നു, സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായി ദൈവികത നടപ്പാകുമ്പോൾ സന്തോഷിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാകുന്നതിലാണ് നിങ്ങളുടെ ആനന്ദമെങ്കിൽ അവസാനം നമുക്ക് സമ്മാനമാണോ കരച്ചിലാണോ എന്നൊന്നും കൂടെ ഇരുന്ന് ചിന്തിക്കുക. ഒരു ദിവസം റെനി പുല്ലുകാലച്ഛൻ എൻ്റെ അടുത്ത് വന്നു. ആ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛ, ഒരു ചിന്തിക്കാൻ എനിക്കൊരു വിശുദ്ധൻ്റെ അനുഭവം ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചു. ഞാൻ ചോദിച്ചു, ഞാനത് വായിച്ചിട്ടില്ല, എന്നോടൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ റെനി പുല്ലുകാലച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു വളരെ ഉന്നതനായൊരു വിശുദ്ധൻ എന്നും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് അങ്ങയുടെ തിരുമുഖം കാണണം, എനിക്ക് അങ്ങയെ കാണണം, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ, ഞാൻ ഇത്രയും ഒത്തിരി അധ്വാനിക്കണമല്ലേ, എനിക്ക് അങ്ങയെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തോട് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിന് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദർശനത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ ആ വിശുദ്ധനോട് പറഞ്ഞു, നിൻ്റെ അടുത്ത് വരുന്ന എനിക്ക് സന്തോഷമാണ്, നീ എന്നെ കണ്ടു, ഞാൻ നിന്നെ കണ്ടു, സോക്കേവിയാർ, എനിക്കുള്ള സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം നിന്നെ അറിയിക്കാനുണ്ട്, നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ആ ഒരു വലിയ സമ്മാനത്തിൻ്റെ വലിയൊരു ലെവലുണ്ടായിരുന്നു, അത് ഇതോടുകൂടി നിനക്ക് നഷ്ടപ്പെട്ടു. ഉടനെ ഒരു വിശുദ്ധൻ ആകെ ചോദിച്ചു, ഈശോയെ. അപ്പോൾ ഈശോ പറഞ്ഞു, നീ കാണാതെ, നീ ഒരു സന്തോഷവും പ്രതീക്ഷിക്കാതെ, നീ എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം നീ ജീവിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ടാകുമായിരുന്നു. എന്നാൽ നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിർബന്ധത്തോടെ പറഞ്ഞു, ഞാൻ ഓക്കെ, പക്ഷേ നിൻ്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു. നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ആ സന്തോഷം നിനക്ക് കിട്ടി, പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു, നിനക്ക് സ്വർഗത്തിൽ അതിൻ്റെ വാല്യൂ പോയി. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈശോ വിശുദ്ധ തോമാസ് ലീഹായോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കണ്ടതുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, നമുക്കൊരു പവറൊക്കെ ആയി, ശരി തന്നെ. പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ, ഇപ്പം നമുക്ക് ഒത്തിരി പേര് പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കും, വിശുദ്ധ കുർബാന ഈശോയെ കാണുന്നില്ല. പക്ഷെ ആ സന്തോഷം പോലും വേണ്ടാന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്ന് വിചാരിച്ച് അതെല്ലാം വിശ്വാസത്തോടെ പോകുമ്പോൾ വലിയ പ്രതിഫലമാണ് സ്വർഗത്തിൽ. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം, 1 John chapter 2 verse 17, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും.
അത് ഭയങ്കര വലിയ വിലയാണതിന്. ഈ ലോകത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല, ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കുക. എല്ലാ പ്രവർത്തികളും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഓഫീസറെ അനുസരിക്കുന്നു, ഈശോയെ കണ്ട് അനുസരിക്കുക. നമ്മൾ കിച്ചണിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, ഈശോയ്ക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാനുള്ള പാചകം ചെയ്യാം. എഫേസസ് ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസസ് ലേഖനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 6 and 7. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ. ഓരോ ജോലി ചെയ്യുന്നവരോടും അടിമകളോടൊക്കെ ഒരു ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. നമ്മൾ കാണണം. നമ്മൾ രോഗികളിൽ കർത്താവിനെ കാണുന്നു, ആശുപത്രിയിൽ ഇരിക്കുന്നവർ കർത്താവിനെ കാണുന്നു, ജയിലിൽ കിടക്കുന്നവർ കർത്താവിനെ കാണുന്നു. അതുപോലെ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോഴും, നമ്മൾ കൃഷി സ്ഥലത്ത് ചെല്ലുമ്പോഴും, നമ്മൾ കിച്ചണിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും, നമ്മൾ വീട്ടിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവിന് വേണ്ടി ഒരുക്കുന്നു, കർത്താവിന് വേണ്ടി പാചകം ചെയ്യുന്നു, കർത്താവിനെ നമ്മൾ പരിചരിക്കുന്നു, കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ ദൈവഹിതം പൂർത്തിയാകുന്നതിൽ സന്തോഷിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഡിഗ്നിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പ്രീസ്റ്റ് എന്നൊരു വലിയൊരു പുസ്തകം, വളരെ റിച്ചായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞത് എങ്ങനെയാണ്: നമ്മുടെ യോഗ്യത നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, നമ്മുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ ദൈവഹിതം വാരി പുണരുന്നതിലാണ് നമ്മുടെ യോഗ്യത അടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, പെട്ടെന്ന് ക്യാൻസർ വന്നു, അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ദൈവഹിതം പൂർത്തിയാകുന്നതിൽ സന്തോഷിക്കുന്നതിലാണ് നമ്മുടെ യോഗ്യത അടങ്ങി. സ്വർഗത്തിൽ നമുക്കുള്ള യോഗ്യത അടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇന്ന് നല്ലൊരു കാര്യം പ്രതീക്ഷിച്ചപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വിപരീതമായി വേറൊരു വിധത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ പെരുമാറി, നമ്മുടെ ജീവിത പങ്കാളി പെരുമാറി, നമ്മുടെ മക്കൾ പെരുമാറി, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പെരുമാറി. അപ്പോൾ ദൈവചിന്തയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവം എനിക്ക് തന്ന ഒരു സമ്മാനം എന്ന നിലയ്ക്ക് ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തിയാൽ അത് വളരെ യോഗ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ആവിലായിലെ വിശുദ്ധ ജോൺ അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്: നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഒരു തവണ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നതാണ് നമുക്ക് സ്വീകാര്യമായ, നമുക്ക് സന്തോഷം തരുന്ന 6000 കാര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാൾ സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണ്? നമ്മൾ പെട്ടെന്ന് ശരീരം തളർന്നു പോയി. അപ്പോൾ അത് നമ്മുടെ പദ്ധതിയിലല്ല, നമ്മുടെ നോട്ടപ്പശു കൊണ്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ അങ്ങനെയാണ് നമ്മൾ ജീവിതം ക്രമപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഒരു തവണ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ദൈവത്തിന് സ്തുതി, ഈ ശരീരം ഇങ്ങനെ തളർന്നു പോയി, ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവഗീതം പൂർത്തിയാകട്ടെ എന്ന് സന്തോഷത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഒരു തവണ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീകാര്യമായ 6000 കാര്യങ്ങളിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വില, കൂടുതൽ യോഗ്യത ദൈവസന്നിധിയിൽ നമുക്ക് അത് കൊണ്ടുവരുന്നു. ദൈവഹിതം പൂർത്തിയാകുന്നതിൽ സന്തോഷിക്കുക. ദൈവഹിതം ജോബ് അതല്ലേ പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അവിടെ ടെൻഷനില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ വേണ്ട, ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവം എന്നെ ഇന്നിങ്ങനെയാണ്, ഒരു ഡ്രൈ എക്സ്പീരിയൻസ് ആണ് അനുവദിച്ചത്, ദൈവത്തിന് സ്തുതി. നല്ല അനുഭവം കിട്ടി, ദൈവത്തിന് സ്തുതി. പ്രാർത്ഥിക്കുമ്പോൾ അനുഭൂതി ഉണ്ടായില്ല, അത്ഭുതങ്ങൾ ഉണ്ടായില്ല, ദൈവത്തിന് സ്തുതി. അത്ഭുതം ഉണ്ടായി, ദൈവത്തിന് സ്തുതി. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 27-ാം അധ്യായം അതിൽ 11-ാമത്തെ തിരുലിഖിതം, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്: ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ് എന്ന് പറഞ്ഞാൽ, ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ കാറ്റിലും മഴയിലും തണുപ്പിലെല്ലാം ദൈവത്തെ മാത്രം അവർ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ മൂഢൻ്റെ ഹൃദയം ചന്ദ്രബിംബം പോലെ. എന്താ ചന്ദ്രബിംബം? ചന്ദ്രനെ പോലെ. മൂഢൻ്റെ മനസ്സിന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ചന്ദ്രൻ്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു ചെറിയ തേങ്ങാപ്പൂൾ പോലെ, ചിലപ്പോൾ ഒരു ഹാഫ് ചന്ദ്രൻ, ചിലപ്പോൾ ഫുൾ മൂൺ. ഇതുപോലെയാണ് ലോകത്തിൻ്റെ മനുഷ്യൻ.
നമ്മൾ വിചാരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഒരു പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് ഫുൾ A+, പൂർണ്ണബിംബം പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ. പരീക്ഷയ്ക്ക് ജയിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, അധ്വാനിച്ചു. പക്ഷേ കർത്താവ് നമ്മളൊരു ആത്മീയ പരിശീലനത്തിന് വേണ്ടി തീരുമാനിച്ചു. പരീക്ഷയ്ക്ക് ജയം തന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ വിചാരിച്ചു, എല്ലാം ചെയ്തു, എല്ലാം അധ്വാനിച്ചു, 100% എല്ലാം A+ കിട്ടേണ്ടതാണ്. പക്ഷേ പരീക്ഷയ്ക്ക് തോറ്റുപോയി. നമുക്കറിയാൻ പാടില്ല എന്ത് മറിമായ സംഭവിച്ചു. പക്ഷെ ദൈവം അനുവദിച്ച ഒരു എളിമപ്പെടുത്തൽ. അപ്പോൾ നമുക്ക് ഫുൾ മൂണല്ല, അപ്പോൾ വാവിട്ട് നിലവിളിക്കുന്നു, ചെറിയ തേങ്ങാപ്പൂൾ പോലെയായി നമ്മുടെ മനസ്സ്. അതിൻ്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കുന്നത് ദൈവഹിതം പൂർത്തിയാകുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ നന്നായി ചെയ്യണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികളെല്ലാം ചെയ്യണം. ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പൂർണ്ണമായും അധ്വാനിച്ചു. ബാക്കി ദൈവത്തിൻ്റെ കരങ്ങളിൽ. പ്രഭാഷകൻ 27:11 കൂടെ വായിക്കാം. മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം ഭവിക്കുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, മൂഢൻ്റെ ഹൃദയം ചന്ദ്രബിംബം പോലെ. അത് ഇടയ്ക്ക് തേങ്ങാപ്പൂൾ പോലെ ഇരിക്കും, ഇടയ്ക്ക് കുറച്ച് ഒരു ക്വാർട്ടർ തേങ്ങാപ്പൂൾ പോലെ ഇരിക്കും, ചിലയ്ക്ക് ഹാഫ് തേങ്ങാപ്പൂൾ പോലെ ഇരിക്കും, ചിലപ്പോൾ ഫുൾ മൂണായിരിക്കും. എന്താണ് എൻ്റെ സന്തോഷ വിഷയം? എവിടെയാണ് എൻ്റെ ആനന്ദം? 1 കൊരിന്തോസ് 3:12-15 ഒന്നും കൂടെ വായിക്കാം. എല്ലാവരുടെയും പ്രവൃത്തി ഈ ഒരു വിഷയത്തിൽ അഗ്നി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുണ്ടെന്ന് അഗ്നി വെളിവാക്കും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം അവസാനം എന്ത്? സമ്മാനമോ അതോ വിലാപവും പല്ലുകടിയുമോ? ആരാധനയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടെ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മൾ കുതിരപ്പുറത്ത് പായുന്ന സാവൂളിനെ പോലെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നില്ല, ഒരു മിനിറ്റ് നമുക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നാം കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞ് പോവുകയാണ്. ഇത് നേടണം, അത് നേടണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നോക്കുന്നൊരു കാര്യമുണ്ട്. ആരുടെ ഹൃദയമാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്? ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് അന്വേഷിക്കുന്നു. ദൈവമേ, എൻ്റെ ഹിതം പോലെയല്ല, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമേ. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുകയാണ്. ഈ സമയം 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ ഹൃദയമാണ്, സ്വന്തം ജീവിതമാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹിതം പോലെ നടത്തരുത്, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ നടത്തണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുഹിതം പോലെ നയിക്കണമേ, തിരുഹിതം പോലെ നയിക്കണമേ. ഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ